സോ അപ്പൊ നമ്മള് ഇന്ന് KS-ന്റെ ഒരു വെബിനാറാണ് നമ്മൾ ഇന്ന് എങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയ കാര്യങ്ങളുമായിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള നിങ്ങളുടെ ഡൗട്ട്സ് എല്ലാം ക്ലാരിഫൈ ചെയ്യാൻ കഴിയുന്ന അല്ലെങ്കിൽ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, എന്താണ് ചെയ്യേണ്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. സോ അതിനായിട്ട് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ആദ്യ KS-നകത്ത് കഴിഞ്ഞ വർഷം ഇതിനു മുമ്പ് നടന്ന ഫസ്റ്റ് KS-നകത്ത് 6ാം റാങ്ക് നേടി ഇപ്പോ LSG ഡിപ്പാർട്ട്മെന്റ് വിജിലൻസിൽ വർക്ക് ചെയ്യുന്ന ശ്രീ ചിത്ര പി അരുണിമ KS ആണ്. വെൽക്കം. ഹലോ സർ. ഹലോ, കേൾക്കാമോ? ഓഡിബിൾ ആണോ? കേൾക്കാൻ പറ്റുമോ? കൃത്യമായിട്ട്. ഓക്കെ, ശരി. ഓക്കെ. അപ്പൊ നമുക്ക് ഇപ്പോ 2019 നോട്ടിഫിക്കേഷന് ശേഷം 2025 ഒരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോ ഒരു 5 വർഷം കഴിഞ്ഞു ഇപ്പൊ നോട്ടിഫിക്കേഷൻ വന്നപ്പോ. ആദ്യം ഈ നോട്ടിഫിക്കേഷന്റെ വാർത്ത കേട്ടപ്പോ തന്നെ എന്തായിരുന്നു തോന്നിയത്? അതെ, ഞങ്ങള് തന്നെ ഇപ്പോഴത്തെ KS ഓഫീസേഴ്സ് തന്നെ വളരെ ദിവസങ്ങളായിട്ടും കുറെ നാളുകളായിട്ടും ഇതിനു വേണ്ടി റൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മൾ തന്നെ നിവേദനങ്ങൾ കൊടുക്കുകയും പുതിയ KS ബാച്ച് വിളിക്കണം എന്നുള്ള രീതിയിൽ തന്നെ. അപ്പൊ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു എന്തായാലും വരും എന്നറിയാവുന്ന ഒരു 40 വേക്കൻസീസ് ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്നത്. പക്ഷെ വന്നപ്പോ എനിക്കും 31 വന്നിട്ടുള്ളൂ എന്ന് തോന്നുന്നു. അതെ. അപ്പൊ ഡെപ്യൂട്ടേഷൻ റിസർവ് ഐഡന്റിഫൈ ചെയ്ത ശേഷമാണ് ഇവര് ഈ പുതിയ ഇത് ഇട്ടിരിക്കുന്നത്. കാരണം ഈ ഡെപ്യൂട്ടേഷൻ റിസർവിലുള്ള പോസ്റ്റുകളിലേക്ക് നമ്മളെ മാറ്റിക്കൊണ്ട് വേക്കൻസി ക്രിയേറ്റ് ചെയ്യാനാണ് അവർ ഉദ്ദേശിച്ചിരുന്നത്. അപ്പൊ എന്തായാലും വരും എന്ന് ഞങ്ങൾക്ക് അറിയായിരുന്നു. നമ്മൾ വളരെ ഹാപ്പിയാണ്, അത് വെൽക്കം ചെയ്യുന്നു. കാരണം നമ്മുടെ പുതിയ ബാച്ചസ് വരിക എന്നുള്ളത് നമുക്കും കൂടി ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. നിങ്ങളുടെ പാതയിലേക്ക് വീണ്ടും കുറെ ആളുകൾ. അതെ. നമുക്കൊരു സ്ട്രെങ്തും ആണല്ലോ, പുതിയ ആൾക്കാർ വന്നോണ്ടിരിക്കണമല്ലോ. അപ്പൊ നിങ്ങളാണ് ഇതിന് നമ്മുടെ എല്ലാം മുൻഗാമികൾ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ തെളിച്ച വഴിയിലൂടെയാണ് ബാക്കിയുള്ള ആളുകൾ പോകുന്നത്. അതെ. അപ്പൊ തുടക്കം തന്നെ നോക്കുകയാണെങ്കിൽ ഇപ്പൊ വളരെ റിഗ്രസ് ആയ ഒരു ട്രെയിനിങ് പീരീഡ് ഒക്കെ ഉണ്ടായിരുന്നു. വളരെ റിഗ്രസ് ആയ ട്രെയിനിങ് പീരീഡ് എല്ലാം കഴിഞ്ഞ് ഒരു മിഡ് ലെവൽ അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലോട്ടാണല്ലോ നമ്മൾ എൻ്റർ ചെയ്യുന്നത്. അപ്പൊ ഈ പറയുന്ന പോലെ എത്ര ചലഞ്ചിങ് ആയിരുന്നു ആക്ച്വലി നമ്മുടെ ഈ ഒരു KS-ന്റെ ഒരു ജോബ് എന്ന് പറഞ്ഞു വരും? കാരണം കുറച്ചുകൂടെ ഒരു നമുക്ക് റെസ്പോൺസിബിലിറ്റി കൂടുതലുള്ള ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ജോബിലോട്ടല്ലേ നമ്മൾ വരുന്നത്. അപ്പൊ അതൊരു ആസ്പിരന്റ് അല്ലെങ്കിൽ മറ്റൊരാൾക്ക് ചലഞ്ചിങ് ആയിരിക്കും. അതെ. അതായത് കേരളത്തില് സിവിൽ സർവീസ് അല്ലെങ്കിൽ സ്റ്റേറ്റ് സിവിൽ സർവീസ് എന്ന് പറയുന്ന ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ടായിരുന്നില്ല. അതായത് ഡെപ്യൂട്ടി കളക്ടേഴ്സിനെയാണ് പൊതുവെ സ്റ്റേറ്റ് സിവിൽ സർവീസ് എന്നുള്ള രീതിയിൽ ഇതിനു മുമ്പ് നോട്ടിഫൈ ചെയ്തിരുന്നത്. ബാക്കി എല്ലാ സ്റ്റേറ്റ്സിലും ഒരുവിധം പെട്ട് ഇന്ത്യയിലുള്ള ബാക്കി എല്ലാ സ്റ്റേറ്റ്സിലും തന്നെ സ്റ്റേറ്റ് സിവിൽ സർവീസ് നേരത്തെ ഉണ്ട്, അവരുടെ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്. അപ്പം നമുക്ക് വളരെ ലേറ്റ് ആയിട്ട് വന്നൊരു കാര്യമാണ് നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എന്ന് പറയുന്നത്. മിഡിൽ ലെവലിലേക്ക് എന്ന് പറഞ്ഞാലും ഒരു ഡിസ്ട്രിക്ട് ലെവൽ പോസ്റ്റുകളാണ് മിക്കതും നമ്മുടെ ഇതിൽ ഐഡന്റിഫൈഡ് ആയിട്ടുള്ളത്. അതായത് ഒരുവിധം ഓട്ടോണോമി ഉണ്ട്. നമ്മളിപ്പോൾ സാധാരണ മിഡിൽ ലെവൽ നമ്മൾ വിചാരിക്കുമ്പോൾ സെക്കൻഡ് ഗസറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും ഓട്ടോണോമസ് ആയിട്ടും കുറച്ചും കൂടെ ഫ്രീഡവും വർക്ക് ചെയ്യാൻ സ്പേസും ഉള്ള പോസ്റ്റുകളാണ് മിക്കതും ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പം അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറയുന്നത് ഒരു 29 ഡിപ്പാർട്ട്മെന്റ്സിൽ സ്കാറ്റേർഡ് ആണ് ഈ പോസ്റ്റുകൾ. അപ്പോൾ KS എന്ന് പറയുന്ന ഒരു കേഡറാണ്, IAS പോലെ ഒരു കേഡറാണ്. അതായത് ഈ 29 ഡിപ്പാർട്ട്മെന്റ്സിലും മാറി മാറി നിയമിക്കപ്പെടാനുള്ള സാധ്യതയാണുള്ളത്. ഒരാൾ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് അല്ല പോകുന്നത്. ഒരു ഡിപ്പാർട്ട്മെന്റിൽ ഇരുന്ന് കഴിഞ്ഞാൽ അടുത്ത മാറ്റം വരുമ്പോൾ നമ്മൾ അതുമായി ബന്ധമില്ലാത്തതായിട്ടുള്ള വേറൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക് വേറൊരു പോസ്റ്റിലേക്കാണ് പോസ്റ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ചലഞ്ച് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഡൈവേഴ്സ് ആയിട്ടുള്ള എക്രോസ് ആയിട്ടുള്ള, അതായത് ഇപ്പം ഞാൻ ഇരിക്കുന്ന LSG-യിലാണെങ്കിൽ എൻ്റെ അടുത്ത പോസ്റ്റിംഗ് വരുന്നത് ടാക്സിലായിരിക്കും. ഇത് രണ്ടും തമ്മിൽ യാതൊരു ബന്ധവും ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല, അല്ലെങ്കിൽ എഡ്യൂക്കേഷനിലേക്കായിരിക്കും. അപ്പോൾ ഡൈവേഴ്സ് ആയിട്ട് വരുന്ന പല ജോബ് നേച്ചറുള്ള പല ജോബ്സിലേക്ക് നമ്മൾ അഡാപ്റ്റ് ചെയ്യുക. അതില് ഒരു ബിഗിനർ ആയിട്ട് നമ്മൾ ചെല്ലുന്ന പോസ്റ്റിൽ ഇരിക്കുന്ന അതേ ഡിപ്പാർട്ട്മെന്റിലെ ആൾക്കാർ വേറെ ഉണ്ട്. ഇപ്പോൾ എൻ്റെ പോസ്റ്റിൽ ആ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ ഇരുന്ന ആളുകളുണ്ട്, വർഷങ്ങളായിട്ട് പ്രൊമോട്ടഡ് ആയിട്ട് വന്ന ആളുകൾ. അത് എല്ലാ പോസ്റ്റിനും ബാധകമാണ്. റവന്യൂലാണെങ്കിൽ ഡെപ്യൂട്ടി കളക്ടറായിട്ട് നമ്മൾ പോകുമ്പോൾ തഹസീൽദാറായിട്ടും വില്ലേജ് ഓഫീസറായിട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്ത ആളുകൾ ഡെപ്യൂട്ടി കളക്ടർ ആയവരുണ്ടാവും. അപ്പൊ അവരുടെ എക്സ്പീരിയൻസിനോടും നോളജിനോടും കിടപിടിച്ച് നിന്ന് നമ്മുടെ പെർഫോമൻസ് മെച്ചപ്പെടുത്തുക എന്ന് പറയുന്ന ഒരു ചലഞ്ച് തന്നെയാണ്. കാരണം നമുക്ക് ടോട്ടലി അൺഅവെയർ ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും, നമ്മളത് പഠിച്ചെടുക്കണം. സെയിം അതിനൊരു പോസിറ്റീവ് സൈഡും ഉണ്ട്. ഭയങ്കര എക്സൈറ്റിംഗ് ആണ്, പുതിയൊരു കാര്യമാണ്. ഓരോ പ്രാവശ്യം പുതിയ കാര്യങ്ങൾ നമ്മൾ പഠിക്കുകയാണ്, പുതിയ എൻവറോൺമെന്റ്, പുതിയ നോളജ്. അപ്പൊ അതിന് ആ രീതിയിലും നമുക്ക് വേണമെങ്കിൽ കാണാം. അപ്പൊ രണ്ട് രീതിയിലുണ്ട്. ചലഞ്ചിങ് ആണ്, ജോബ് പ്രഷർ ഉണ്ട്, അതില്ലാന്ന് ഞാൻ പറയുന്നില്ല. സ്ട്രെസ്ഫുൾ ആണ്. ചില സ്ഥലങ്ങളിൽ ഒക്കെ ഈസി ആയിട്ട് ജോലി ചെയ്യുന്നവരുണ്ട്. ഇതെല്ലാം ഡിപ്പെൻസ്, ഇങ്ങനെ മാറി വന്നുകൊണ്ടേയിരിക്കും. പിന്നെ ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയർലി ട്രാൻസ്ഫർ ആണ്. അതെനിക്ക് തോന്നുന്നു ഈ ആസ്പിറൻസ് ഒക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതൊരു ഇയർലി ട്രാൻസ്ഫർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരിടത്ത് ഒരു റൂട്ടില്ല. നമ്മളെപ്പോഴും ഇങ്ങനെ മാറുക എന്നുള്ളതാണ് നമ്മളുടെ ഒരു മാറി അഡാപ്റ്റ് ചെയ്യുക, പുതിയ കാര്യങ്ങൾ പഠിക്കുക, അഡാപ്റ്റ് ചെയ്യാൻ കഴിവുണ്ടാവുക എന്നുള്ളതാണ്. പക്ഷെ ജോലി നല്ലതാണ്. അതെ, നമ്മുടെ നോളജും വലിയ രീതിയിൽ വൈഡൻ ആവും. നമ്മുടെ പല ഏരിയാസിലും. ഓഫ് കോഴ്സ്. അതെ.
പല പല വർക്ക്സിൽ നിന്ന് വരുന്ന ആൾക്കാരുമായിട്ട് ഇന്ററാക്ട് ചെയ്യും. ഒരു ഡിപ്പാർട്ട്മെന്റിലുള്ള ആളുകളായിരിക്കും, ഇപ്പൊ ടാക്സിൽ പറഞ്ഞ പോലുള്ളവരായിരിക്കും LLC ഡിപ്പാർട്ട്മെന്റ് വരും നമ്മൾ മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതെ വളരെ അതെ ഡൈവേഴ്സ് ആയിട്ടുള്ള ആളുകളായിട്ട് മീറ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ പേഴ്സണാലിറ്റിയും അതുപോലെ തന്നെ നമ്മുടെ നോളജും എല്ലാം വളരെ ഡൈവേഴ്സ് ആയിട്ട് എല്ലാം ആവശ്യം. മാറും. അതെനിക്ക് തോന്നി നമ്മുടെ എക്സാം അവർ ചെയ്തിരിക്കുന്നത് ഇതുപോലെ തന്നെ വളരെ ഡൈവേഴ്സ് ആയ പല ഏരിയയിൽ നിന്നും കൊണ്ടുവന്നിട്ടുള്ള കാര്യങ്ങളെ കണക്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് അവരുടെ എക്സാം സിലബസ്. അതാ അതെ അതെ അപ്പൊ ആ ഒരു രീതിയിലേക്കാണ് വന്നിരിക്കുന്നത്. അപ്പോ നമുക്ക് ഈ പറഞ്ഞ പോലെ ഇപ്പൊ എക്സാമിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ആദ്യത്തെ പ്രാവശ്യം എഴുതിയ സമയത്ത് ഉണ്ടായിരുന്ന ഒരുപാട് അൺസർട്ടനിറ്റീസ് ഉണ്ട്. അതിപ്പോ ഈ പറയുന്നവർക്ക് അത്ര ഇല്ല. കാരണം എന്താണ് സിലബസ് അതെ എന്നുള്ളത്, എന്താണ് പ്രിലിംസിൽ എന്ത് എക്സ്പെക്ട് ചെയ്യണം, മെയിൻസിൽ എന്ത് എക്സ്പെക്ട് ചെയ്യണം എന്നൊക്കെ ഉള്ളത് കുറെ ഒഴിവായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഇരുന്നാൽ പോലും ഇപ്പോ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ ഈ പ്രിലിംസ് കഴിഞ്ഞ് അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ കഴിഞ്ഞ് ദർശനം 90 ഡേയ്സിൽ തന്നെ പ്രിലിംസ് വരികയാണ്. ഇപ്പൊ അതെ അന്ന് ചിത്രേനെ എനിക്ക് ഓർമ്മയുണ്ട്. എനിക്ക് തോന്നുന്നു ആ നോട്ടിഫിക്കേഷൻ ഒക്കെ ശേഷമാണ് സീരിയസ് ആയിട്ട് പ്രിപ്പറേഷനിലേക്ക് വന്നതെന്ന് എനിക്ക് തോന്നുന്നു അല്ലെ KS-ന്റെ. അതെ 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 അപ്പൊ ഇവിടെയും നമ്മൾ നോക്കുമ്പോൾ നമുക്കിനി ഒരു 90 ഡേയ്സ് ആണ്. അപ്പൊ ഈ 90 ഡേയ്സിലേക്ക് നമ്മൾ നോക്കുമ്പോൾ എങ്ങനെയായിരിക്കും ഒരു ആസ്പിരന്റ് ഇപ്പൊ ക്ലിയർ ചെയ്ത ഒരാളെന്നുള്ളത് എവിടെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്? ഇപ്പൊ നമ്മൾ പ്രിലിംസിലായിരിക്കണം, അതോ മെയിൻസിലാണോ ഫോക്കസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്തായിരിക്കും നമ്മൾ ഇനിയുള്ള ഒരു 90 ഡേയ്സിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്? ഇതിലെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇനീഷ്യലി രണ്ട് രീതിയിലാണ് പറയേണ്ടത്. ഒന്ന് UPSC ബാക്ക്ഗ്രൗണ്ട് ഉള്ളതും പ്രിപ്പയർ ചെയ്യുന്നതുമായിട്ടുള്ള ആൾക്കാർ, ഒന്ന് UPSC ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ കംപ്ലീറ്റ്ലി ആദ്യമായിട്ട് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാർ. രണ്ട് രീതിയിൽ നമ്മൾ അതിനെ രണ്ട് രീതിയിൽ അപ്രോച്ച് ചെയ്യാന്നുള്ളതാണ്. പക്ഷേ ഏതൊരു കോമ്പറ്റീറ്റീവ് എക്സാമിന്, എസ്പെഷ്യലി കേരള PSC-യുടെ എക്സാംസിന് പ്രിലിമിനറി ആയിട്ട് നമുക്ക് വേണ്ടത് നമ്മൾ സിലബസ് കറക്റ്റായിട്ട് സിലബസ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. സിലബസിന് പുറത്തേക്ക് പോയി പഠിക്കാനുള്ള ഒരു സാഹചര്യമോ സമയമോ ഇനിയില്ല. അപ്പോൾ നമ്മൾ ആ സിലബസ് കൃത്യമായിട്ട് മനസ്സിലാക്കി സിലബസിൽ നിന്ന് എങ്ങനെയാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത് എന്നുള്ളത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കി അത് മനസ്സിലാക്കി അവയർനെസ് ഉണ്ടാക്കി സിലബസ് കറക്റ്റായിട്ട് ഡിവൈഡ് ചെയ്ത് അതിനെല്ലാം പഠിക്കുക എന്നുള്ളതാണ്. അതായത് സിലബസിൽ നമ്മൾ കാര്യങ്ങൾ വിട്ട് പഠിച്ചു കഴിഞ്ഞാലും പ്രശ്നമാണ്, ഡീപ്പായിട്ട് പഠിക്കാൻ പോയാലും പ്രശ്നമാണ്. അത് രണ്ടിനുള്ള സാഹചര്യവും സമയവും ഇല്ല. അപ്പോൾ എല്ലാം കവർ ചെയ്യുക, എന്നാൽ എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കുക. പ്രിലിംസിനും മെയിൻസിനും കൂടി പഠിക്കുക. അതായത് ഇപ്പൊ നമ്മൾ പ്രിലിംസിന് വേണ്ടി മാത്രം പഠിക്കുന്നത് ഒരു എന്താ പറയുക ക്ലെവർ ആയിട്ടുള്ള അപ്രോച്ച് അല്ല. കാരണം പ്രിലിംസ് കഴിഞ്ഞ് മെയിൻസിലേക്ക് ഇത്രയും സമയം പോലും തന്നെ കിട്ടണം എന്നില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ എയിം ചെയ്യുമ്പോൾ രണ്ടിനും വേണ്ടി, കാരണം സിലബസ് ഓൾമോസ്റ്റ് സെയിം ആണ്, കുറച്ച് കാര്യങ്ങൾ എന്തോ മറ്റും ആഡ് ആവുന്നുള്ളൂ. അപ്പൊ പഠിക്കുന്ന അപ്രോച്ചിൽ നമ്മൾ ഒഴിവായി കിട്ടുക മറ്റേ മാക്സിമം ഒഴിവായി കിട്ടും. അതെ അതെ മാത്സും മലയാളം എല്ലാം ഒഴിവാകുകയാണ്. പിന്നെ പക്ഷെ എന്തോ എക്കണോമിക്സിലൊക്കെയാന്ന് തോന്നുന്നു കുറച്ച് സാധനങ്ങൾ ആഡ് ആവുന്നുണ്ട്. അപ്പൊ നമ്മൾ അതിൽ രണ്ടിനും വേണ്ടിയിട്ട് തന്നെ പഠിക്കുക. കാരണം ഈ ബേസിക്സ് ക്ലിയർ ആക്കി നമ്മൾ ഒരു കാര്യം പഠിക്കാൻ വേണ്ടി ക്ലാരിറ്റി ഉണ്ടാവണം. ക്ലാരിറ്റി ഇല്ലാതെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും. നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിൽ 100 ചോദ്യം ചോദിക്കുന്നുണ്ടെങ്കിൽ അതിൽ 70 എണ്ണമേ എല്ലാവർക്കും ആൻസർ ചെയ്യാൻ പറ്റുന്നതായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളൂ. ബാക്കി 30 എണ്ണം എന്ന് പറഞ്ഞാൽ ആർക്കും ആൻസർ ചെയ്യാൻ പറ്റാത്ത ക്വസ്റ്റ്യൻസ് തന്നെ ആയിരിക്കും. പക്ഷെ എപ്പോഴാണ് ആളുകൾ അത് ആൻസർ ചെയ്യുക? അവരുടെ കയ്യിലുള്ള നോളജ് വെച്ച് ഇന്റലിജന്റ് ആയിട്ട് ഗസ് ചെയ്ത് എലിമിനേറ്റ് ചെയ്ത് ഒരു ആൻസറിലേക്ക് എത്തുക എന്നുള്ളതാണ് പലരും ചെയ്യുന്ന ഒരു മെത്തേഡ്. അപ്പൊ ആ ഇന്റലിജന്റ് ആയിട്ടുള്ള ഗസ്സിങ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ബേസിക്സ് സ്ട്രോങ് ആണെങ്കിൽ, നമ്മുടെ അറിവ് ബേസിക്സും ക്ലാരിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ എലിമിനേഷൻ മെത്തേഡ് നമുക്ക് ചെയ്യാൻ പറ്റൂ, നമ്മുടെ കയ്യിലുള്ള അറിവ് വെച്ചിട്ട്. അപ്പൊ അതിന് നമ്മൾ പ്രധാനമായിട്ട് ചെയ്യാനുള്ള സിലബസ് വെച്ചിട്ട് ബേസിക് ആയിട്ടുള്ള ഐഡിയാസിന് ക്ലാരിറ്റി ഉണ്ടാക്കുക. അതിനിപ്പം ഇന്ത്യൻ സൈഡിലാണെങ്കിൽ നമ്മുടെ ബേസിക് UPSC ബുക്കുകൾ, NCERT ടെക്സ്റ്റ് ബുക്കുകൾ ഇങ്ങനെയുള്ളത് ആദ്യം കവർ ചെയ്യുക. കേരള പാർട്ടിനാണെങ്കിൽ SCERT ടെക്സ്റ്റ് ബുക്കുകളും സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്കുകൾ വേറെ എന്തൊക്കെയുള്ളത് വെച്ചാൽ അത് ആദ്യം കവർ ചെയ്യുക. അത് കവർ ചെയ്ത ശേഷം നമ്മൾ റിവൈസ് ചെയ്യാനുള്ള സമയം കണ്ടെത്തുക, നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് പോവുക, പത്രം വായിക്കുക, കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ആവുക. ആ രീതിയിലുള്ള അപ്രോച്ച് ചെയ്യുക. ഈ നന്നായി സിലബസ് ഡിവൈഡ് ചെയ്ത് ഈ 90 ദിവസത്തിലേക്ക് പ്ലാൻ ഔട്ട് ചെയ്യുക. എനിക്ക് തോന്നുന്നു ഒരു 1/3 സമയം നമ്മുടെ ബേസിക് ടെക്സ്റ്റ് ബുക്സ് കവർ ചെയ്യാനായിട്ട് വെക്കുക. പിന്നുള്ളൊരു 1/3 സമയം നമുക്ക് അതിലേക്ക് ആഡ് ഓൺ ചെയ്യാനും പുതിയ അതിൽ ഇപ്പൊ ഗ്യാപ്സ് സിലബസിൽ വന്നിട്ടുണ്ട്, നമുക്ക് അറിയാത്ത ഭാഗങ്ങൾ ഉണ്ടെങ്കിൽ അത് വായിച്ച് ക്ലിയർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുക. പിന്നുള്ള 1/3 റിവൈസ് ചെയ്യാനും ടെസ്റ്റ് എഴുതാനുമായിട്ട് യൂസ് ചെയ്യുക. ആ രീതിയിൽ അത് പ്ലാൻ ഔട്ട് ചെയ്താലേ എനിക്ക് തോന്നി 90 ഡേയ്സിൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തവർക്ക് വർക്കാവുള്ളൂ. ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർ കേരള പാർട്ട് വായിച്ചു തുടങ്ങുക. മറ്റേത് അവർക്ക് ഓൾറെഡി ഉണ്ടല്ലോ ടെസ്റ്റ് സീരീസ്, ജോയിൻ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു സ്ട്രാറ്റജി ആയിരിക്കും വർക്കൗട്ട് ആവുക. ചിത്രം പറഞ്ഞ കാര്യങ്ങൾ നമ്മളിപ്പോ ഫസ്റ്റ് കഴിഞ്ഞ വന്നിട്ട് ഓറിയന്റേഷൻ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒരുപാട് റിലേറ്റീവ് എനിക്ക് തോന്നുന്നു. കാരണം ഞാൻ പറഞ്ഞ സിലബസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ പ്രിന്റ് ഔട്ട് എടുക്കുക, എന്നിട്ട് ആ സിലബസ് ഇത് മാർക്ക് ചെയ്തിട്ട് ഇപ്പൊ ഒരു ടോപ്പിക് പഠിച്ചിട്ട് അവിടുത്തെ ചോദ്യം എങ്ങനെയാണ് വന്നത്, എങ്ങനെ നമുക്കിപ്പോ അറിയാലോ. അപ്പൊ ആ ഏരിയ ഞാൻ പഠിച്ചില്ല, അതുകൂടെ പഠിക്കുക എന്നുള്ളൂ. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഇപ്പൊ ഉള്ളവരുടെ അഡ്വാൻറ്റേജ് ആണ് ആക്ച്വലി ഇപ്പൊ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കി കഴിഞ്ഞാൽ എങ്ങനെയാണ് ചോദ്യങ്ങൾ വന്നിരിക്കുന്നത്.
പിന്നെ പറഞ്ഞ പോലെ സിലബസിന് പുറത്ത് നിന്ന് PSC ചോദിക്കുന്നില്ല. കൃത്യം സിലബസിനകത്ത് തന്നെയുള്ള കാര്യങ്ങളാണ്. ഒരുമാതിരി എല്ലാ ചോദ്യങ്ങളും അതായത് എനിക്ക് മെയിൻസിൽ അത് വളരെ ഇതായിട്ട് തോന്നി കേട്ടോ. മെയിൻസിൽ എനിക്ക് ആക്ച്വലി ഭയങ്കരമായിട്ട് സിലബസിനുള്ളിൽ നിന്ന് തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. പ്രിലിംസിന് ശരിയാണ് കുറച്ചൊക്കെ അങ്ങനെയൊക്കെ കുറച്ച് മാറ്റങ്ങൾ. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ ആ 30 ക്വസ്റ്റ്യൻസ് ആരെ കൊണ്ടും എന്തായാലും ആൻസർ ചെയ്യാൻ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. പറ്റും. അതെ, അവ അതിലിപ്പോ വളരെ ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. പക്ഷെ മെയിൻസിൽ അങ്ങനെയല്ല, ഒരുവിധ അറിവൊക്കെ വെച്ച് നമുക്ക് എഴുതാൻ പറ്റുന്ന പോലത്തെ ചോദ്യങ്ങളായിരുന്നു. തീർത്തും അറിയാത്തതായിട്ട് ഒരു പേപ്പറിൽ എനിക്ക് തോന്നുന്നു 1-2 ചോദ്യം ഉണ്ടായാലായി, അത്രേ അതെ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെയായിരുന്നു മെയിൻസിൽ. നമുക്ക് തീരെ അറിയാത്ത, നമ്മൾ കേൾക്കാത്ത കുറെ വാക്കുകളൊക്കെ വന്ന കുറച്ച് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. അതല്ലാത്ത അപ്പൊ ബാക്കിയെല്ലാം ഉണ്ടായിരുന്നുള്ളൂ, അതേ ഉള്ളൂ, അത്രേ ഉള്ളൂ. അതെ, ബാക്കിയൊക്കെ നമുക്ക് എന്തെങ്കിലും അറിയാവുന്ന ചോദ്യങ്ങൾ തന്നെ ആയിരുന്നു. ചോദ്യങ്ങൾ തന്നെയായിരുന്നു. പിന്നെ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു പ്രിലിംസിന്റെ കേസിൽ ഇപ്പോ നമ്മൾ പറയുന്ന പോലെ ഇപ്പൊ എല്ലാവരും തന്നെ ഇപ്പൊ ഒരു ഇത്ര ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുന്നു. എനിക്ക് തോന്നുന്നു കൂടുതൽ ആളുകൾ കിട്ടാതെ പോകുന്നത് നെഗറ്റീവ് കൂടുമ്പോഴാണ്. ശരിയാവുന്നതിനേക്കാൾ കൂടുതൽ നെഗറ്റീവ് ആകുമ്പോഴാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു നെഗറ്റീവ് ഒഴിവാക്കുക എന്നുള്ളതായിരിക്കും ഏറ്റവും ബെറ്റർ മെത്തേഡ് എന്ന് പറയുന്നത്. നെഗറ്റീവ് മാക്സിമം കുറയ്ക്കുക എന്നുള്ളത്. അപ്പൊ ചിത്രം പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അങ്ങനെ നോക്കിയിരുന്നു. അതായത് പ്രിലിംസിൽ എനിക്ക് നെഗറ്റീവ് കുറയ്ക്കുക എന്നുള്ളത്. കുറയ്ക്കാണ്. അതായത് ഞാൻ പൊതുവെ വീക്കായിരുന്നു പ്രിലിംസിന്റെ കാര്യത്തിൽ. പൊതുവെ എനിക്ക് മൾട്ടിപ്പിൾ ചോയ്സസ് ആൻസർ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അത് പണ്ടും ഉണ്ട്. അത് പക്ഷെ മെയിൻസ് എനിക്ക് അറിയാം, ഞാൻ കോൺഫിഡന്റ് ആണ് എഴുതാനായിട്ട്. ഞാൻ അങ്ങനെ ഒരുപാട് എഴുതി പ്രാക്ടീസ് ചെയ്തിട്ടുമില്ല. പക്ഷെ പ്രിലിംസ് എനിക്കറിയാം തെറ്റാൻ സാധ്യതകൾ കൂടുതലുണ്ടെന്ന്. അപ്പോൾ എനിക്ക് തോന്നുന്നു അതിൽ പ്രാക്ടീസാണ് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത്. നമ്മളത് ഒരുപാട് ടെസ്റ്റുകൾ എടുക്കണം. നമുക്കൊരു മെന്റൽ ബ്ലോക്ക് ഉണ്ടാവും, നമ്മൾ പഠിച്ചില്ലല്ലോ അതുകൊണ്ട് നമ്മൾ ഈ പരീക്ഷ എഴുതുന്നില്ല, ആ ചിന്ത ഒഴിവാക്കണം എന്ന് എനിക്ക് തോന്നുന്നു. അറിയില്ലെങ്കിലും പരീക്ഷ എഴുതുക, പുതിയ അറിവുകൾ കിട്ടും. അപ്പൊ ഈ തെറ്റിക്കുന്നത് കുറഞ്ഞു വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്കൊരു 50% 2 ചോയ്സും എലിമിനേറ്റ് ചെയ്യാവുന്ന ഒരു സാധ്യത ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ഗസ് വർക്കിന് പോകാവുള്ളൂ. അല്ലാതെ നമുക്ക് തീരെ ഒരു ബന്ധമില്ലാത്തൊരു ഇതിൽ നമുക്ക് അല്ലെങ്കിൽ ഒന്നും എന്നാ കറക്കി കുത്തിയില്ലെങ്കിലും ഒന്ന് ആ രീതിയിൽ അപ്രോച്ച് ചെയ്യരുത്. അപ്പൊ നെഗറ്റീവ് കൂടും. പിന്നെ എനിക്ക് തോന്നുന്നു ഇംഗ്ലീഷ്, മലയാളം, മാത്സ് ആണ് നെഗറ്റീവ്സ് കൂടുതൽ വരാൻ ചാൻസസ് ഉള്ളതെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഇത് തറവലി പ്രിപ്പയർഡ് ആയിരിക്കണം, ഉറപ്പില്ലെങ്കിൽ എഴുതരുത്. അപ്പോൾ അത് തന്നെ ആ സ്ട്രാറ്റജി ലാംഗ്വേജിന് മാക്സിമം അപ്ലൈ ചെയ്യണം. ബാക്കി നമ്മുടെ ജനറൽ സ്റ്റഡീസിന് 50% നമുക്ക് 2 ചോയ്സ് നമ്മൾ എലിമിനേറ്റ് ചെയ്തു, പിന്നെ 2 ഉള്ളൂ. അങ്ങനെ ഉണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്യണം എന്നാണ് എനിക്ക് പറയുന്നത്. കാരണം അറ്റംപ്റ്റിന്റെ നമ്പർ കുറഞ്ഞാലും നമ്മുടെ റാങ്ക് കുറയും. അപ്പൊ അറ്റംപ്റ്റ്സ് വേണം താനും, പക്ഷെ നെഗറ്റീവ്സ് നമ്മൾ കെയർഫുൾ ആയിരിക്കണം. തീരെ അറിയാതെ കറക്കി കുത്തരുത്. 2 ഓപ്ഷൻസ് എലിമിനേറ്റ് ആയാൽ ചെയ്യാം. അത് പറഞ്ഞ മാത്സ്, മലയാളം പോലുള്ള ടോപ്പിക്കുകൾ മാർക്ക് നല്ല സ്കോർ ചെയ്യാൻ പറ്റും. ടോപ്പിക്സ് ഉണ്ട്, പക്ഷെ നെഗറ്റീവ് അതെ, ശരിക്കും തറവായിട്ട് പ്രിപ്പയർ ചെയ്ത പ്രിലിമിനറിക്ക് വളരെ അഡ്വാൻറ്റേജ് ആണ് ടോപ്പിക്സ് എന്ന് പറയുന്നത്. അതെ, പണ്ട് ഞാൻ പറഞ്ഞിട്ടില്ലേ, എനിക്ക് സത്യം പറഞ്ഞാൽ അത് 3 എനിക്കൊന്നും തെറ്റിയിട്ടില്ല. 3ലും എനിക്ക് ഫുള്ളും ശരിയായിരുന്നു. മലയാളവും ഇംഗ്ലീഷും മാത്സും എല്ലാ ക്വസ്റ്റ്യൻസും എനിക്ക് കറക്റ്റ് ആയിരുന്നു. ഏകദേശം 65 മാർക്കുണ്ട് അവിടെ തന്നെ. അതെ, ആ 65ലാണ് ഞാൻ രക്ഷപ്പെട്ടതെന്നാണ് എനിക്ക് ഇപ്പോഴും തോന്നുന്നത്. കാരണം ഇല്ലായിരുന്നെങ്കിൽ എന്റെ തെറ്റുകൾ അല്ലാതെ തന്നെ വന്നേനെന്ന് എനിക്ക് തോന്നുന്നു, ഒരുപാട് തെറ്റുകൾ. അത് കറക്റ്റ് ഭയങ്കര സ്ട്രോങ് ആയിരുന്നത് കൊണ്ട് ഇത് എനിക്ക് തോന്നുന്നു. പക്ഷെ അതല്ല എന്നുണ്ടെങ്കിൽ പഠിക്കണം. പക്ഷെ റിട്ടേൺ കുറച്ച് കുറവാണെന്നാണ് ബാക്കിയുള്ളവർ പറഞ്ഞു കേൾക്കുന്നത്. പ്രിപ്പറേഷൻ വെച്ച് നോക്കുമ്പോൾ അത് ഇന്റലിജന്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്യണം. എനിക്ക് തോന്നുന്നത് ഇപ്പോഴേ തന്നെ കുറേശ്ശെ ഒരു ദിവസം അരമണിക്കൂർ വെച്ച് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുക. കുറച്ച് എത്തുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇപ്പം പക്ഷെ എനിക്ക് മലയാളം, ഇംഗ്ലീഷ് നല്ല ലാംഗ്വേജ് ഓൾറെഡി നല്ല സ്ട്രോങ് ആയിരുന്നു. ജനറൽ റീഡിംഗ് ഉള്ളത് കൊണ്ട് അതൊരു ഇഷ്യൂ ആയിരുന്നില്ല എനിക്ക്. പക്ഷെ മാത്സ് എനിക്ക് ആദ്യം തൊട്ടേ പഠിക്കേണ്ടി വന്നു. പക്ഷെ എന്നാലും നമുക്ക് എഴുതാൻ പറ്റുന്ന ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. പ്രാക്ടീസ് ഉണ്ടെങ്കിൽ നമുക്ക് എഴുതാം. അതെ, പ്രാക്ടീസ് ഉണ്ടെങ്കിൽ നമുക്ക് പറ്റുന്ന ചോദ്യങ്ങൾ തന്നെയാണ് അവർ ചോദിക്കുന്നത്. സ്ട്രെസ്സിനെ പറ്റി പറയാം. നമുക്ക് 2 രീതിയിലുള്ള സ്ട്രെസ്സുകളുണ്ടല്ലോ. ഒന്ന് പ്രിപ്പറേഷൻ ടൈമിൽ വരുന്ന സ്ട്രെസ് ഉണ്ട്, പിന്നെ എക്സാം ഹോളിൽ വരുന്ന ഒരു സ്ട്രെസ് ഉണ്ട്. ഈ പറയുന്ന എക്സാം എഴുതാതിരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഓർമ്മ, എന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്ന ഒരാള് UPSCയുടെ മെയിൻസ് പ്രിലിംസ് പാസ്സായിട്ട് മെയിൻസ് എഴുതാൻ വന്നില്ല, പുള്ളിക്ക് സ്ട്രെസ്. അങ്ങനെയൊക്കെയുള്ള ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അത് നോക്കുമ്പോ എങ്ങനെയാണ് ഈ സ്ട്രെസ് ഹാൻഡിൽ ചെയ്തത് ഡ്യൂറിംഗ് ദി പ്രിപ്പറേഷൻ ടൈം ആൻഡ് ഈ എക്സാം ഹോളിലും? പ്രിപ്പറേഷൻ ടൈമിൽ എനിക്ക് വലിയ സ്ട്രെസ് ഒന്നും അത്രയ്ക്കൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എനിക്ക് ആഗ്രഹമുണ്ട് എന്ന് വെച്ചാൽ ഇത് കിട്ടണം എന്ന് എനിക്ക് ഭയങ്കരമായ ഒരു ആഗ്രഹം എനിക്ക് ഉണ്ടായിരുന്നു. UPSC തന്നെയും കിട്ടണം എന്ന് എനിക്ക് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഒരിക്കലും ഒരു സാഹചര്യം ഒത്തു വന്നില്ല UPSC മര്യാദയ്ക്ക് അറ്റംപ്റ്റ് ചെയ്യാനായിട്ട്. എപ്പോഴും എനിക്ക് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് വരും. അങ്ങനെ വന്ന് വീട്ടിലെ ഓരോ പ്രശ്നങ്ങളും, പിന്നെ ഇടയ്ക്ക് എനിക്ക് ഞാൻ പറഞ്ഞ ലീവ് എടുത്ത് എനിക്ക് UAE കുറച്ചു കാലം പോകേണ്ടി വന്നു. അപ്പൊ നല്ലപോലെ വന്നൊരു പ്രിപ്പറേഷൻ അവിടെ വെച്ച് അത് നിന്നുപോയി. അപ്പൊ അങ്ങനെയൊക്കെ വന്നിട്ടുള്ളത് കൊണ്ട് ഇതെങ്ങനെയെങ്കിലും ഒന്ന് കിട്ടണം എന്ന് എനിക്ക് ഭയങ്കരമായ ഉള്ളുന്നൊരു വലിയ ആഗ്രഹമായിരുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു ഞാൻ ആ ആഗ്രഹത്തിന് വേണ്ടിയാണ് ശ്രമിച്ചത്. കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ, ഇനിയിപ്പോ കിട്ടിയില്ലെങ്കിൽ ഇപ്പൊ എന്ത് ചെയ്യാനാ, ഞാൻ എന്റെ ഭാഗം ചെയ്യുന്നു. അതുകൊണ്ട് എനിക്ക് പ്രിപ്പറേഷൻ ടൈമിൽ വലിയ സ്ട്രെസ് ഉണ്ടായിരുന്നില്ല. ആ ടൈം മാനേജ് ചെയ്യുന്ന ഓർക്കുമ്പോൾ എനിക്ക് സ്ട്രെസ് വരുമായിരുന്നു. ലാസ്റ്റ് ഒക്കെ ആകുമ്പോഴത്തേക്കും തീരത്തില്ലേ, പോർഷൻ തീർക്കാതെ പോകുന്നത് ശരിയല്ലല്ലോ, ആ ഒരു ആംഗിളിൽ സ്ട്രെസ് വരും. പക്ഷെ കിട്ടില്ലേ എന്നാലോചിച്ച് ഞാൻ സ്ട്രെസ്ഫുൾ ആയിരുന്നില്ല. കാരണം കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ, എന്റെ പാർട്ട് ചെയ്യട്ടെ എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ആംഗിൾ. അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ ടൈം മാനേജ് ചെയ്യുന്ന ഓർത്തിട്ട് വീട്, വർക്ക്, തിരിച്ച് എന്റെ ജോലി കുറച്ച് ഡിമാൻഡിങ് ആയിരുന്നു. ഞാൻ വെറ്ററിനറി ഡോക്ടർ ആയിരുന്നു.
അപ്പൊ ഞങ്ങൾക്ക് അങ്ങനെ ഒരു സ്ട്രിക്റ്റ് ടൈം ഒന്നുമില്ല ജോലി ചെയ്യാനായിട്ട്. നമുക്ക് ഔട്ട്സൈഡ് ഓഫീസ് അവേഴ്സും നമുക്ക് എപ്പോഴും ജോലി ചെയ്യേണ്ടിയൊക്കെ വരും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ ടൈം മാനേജ് ചെയ്യുന്നത് ഒരു പ്രശ്നമായിരുന്നു. അപ്പൊ പഠിച്ച് തീരില്ലേ എന്നോർത്തുള്ള സ്ട്രെസ് ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഗുഡ് ഡേയ്സ് ആൻഡ് ബാഡ് ഡേയ്സ് ഉണ്ട്. എത്ര നന്നായി പഠിക്കുന്നവർക്കും ഉണ്ട് ഈ ബാഡ് ഡേയ്സ് ഉണ്ട്. എല്ലാവർക്കും സ്ട്രെസ് വന്ന് പാനിക്കായി പഠിക്കാതിരിക്കുക, ഉഴപ്പുക, അതൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ അത് നമ്മൾ മനസ്സിലാക്കി എല്ലാവരും കടന്നു പോകുന്നതാണെന്ന് മനസ്സിലാക്കി അത് തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ്. 2 ദിവസം പോയാൽ 2 ദിവസം പോയി, ഇനി 2 പോയല്ലോ എന്ന് ഓർത്ത് 4 കളയാതെ 2 പോയത് പോയി, 3-ാമത്തെ ദിവസം നമ്മൾ തിരിച്ച് നമ്മുടെ ടൈം ടേബിളിലേക്ക് വരിക എന്നുള്ളതാണെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ എന്റെ റിസൾട്ടിന് വേണ്ടി ഒരുപാട് സ്ട്രെസ് ചെയ്യരുത്. നമ്മൾ എന്തിന് പഠിക്കുന്നു എന്നുള്ളതിന്റെ ഒരു പർപ്പസ് ഉണ്ടല്ലോ, അതാണല്ലോ നമ്മളെ ഗൈഡ് ചെയ്യേണ്ടത്. അപ്പൊ എന്തുകൊണ്ട് സിവിൽ സർവീസിലേക്ക് വരണം? അതൊരു വലിയ ജോലി ആയതുകൊണ്ട്, പൈസ കിട്ടുന്നതുകൊണ്ട്, സ്റ്റാറ്റസ് കിട്ടുന്നതുകൊണ്ട് അല്ല. എനിക്കത് ചെയ്യാൻ ആഗ്രഹമുള്ളത് കൊണ്ട്, എനിക്ക് നല്ലൊരു ജോലിയായിട്ട് എന്റെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ജോലി ആയതുകൊണ്ടാണ് ഞാൻ പഠിക്കുന്നത് എന്നുള്ള ഒരു ആംഗിൾ, അല്ലെ അങ്ങനെ ഒരു പർപ്പസ് നമുക്ക് ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു അത് സ്ട്രെസ് ഒരുപാട് കുറയ്ക്കും. പിന്നെ എക്സാം ഹാളിൽ എനിക്ക് നല്ല സ്ട്രെസ് ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല സ്ട്രെസ്ഡ് ആയിരുന്നു എക്സാം ഹാളിൽ. ഈ പറഞ്ഞ തിയറി അവിടെ വർക്കൗട്ട് ആയില്ല. അപ്പൊ പരീക്ഷ എഴുതാനിരുന്നപ്പോ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്ന സമയമായപ്പോ എനിക്ക് നല്ല പോലെ അതൊരു പെർഫോമൻസ് ആങ്സൈറ്റി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം ഞാൻ പഠിച്ചു, ഇനി അത് എഴുതാൻ പറ്റില്ല, എന്താണ് വരുന്നത്, ആ ഒരു രീതിയിലാണെന്ന് തോന്നുന്നു. അപ്പം ആദ്യത്തെ ഒരു 1-2 മിനിറ്റ് ഒക്കെ ഇച്ചിരി ബ്ലാങ്ക് ആയിരുന്നു. അപ്പം എനിക്ക് തോന്നുന്നത് വെച്ചാൽ നമ്മളപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് ഏറ്റവും അറിയാവുന്ന ക്വസ്റ്റ്യൻ ആദ്യം എഴുതാം. സ്പേസ് വിട്ടിരിക്കുകയാണല്ലോ. ഇപ്പൊ പ്രിലിംസ് ആണെങ്കിലും നമ്മൾ മറിച്ച് നോക്കാം. നമ്മൾ സ്ട്രോങ് ആയിട്ടുള്ള പോർഷൻ എവിടെയാണോ നമ്മൾ കാണുന്നത്, നമുക്ക് ഏറ്റവും അറിയാവുന്ന ചോദ്യങ്ങൾ തന്നെ ആദ്യം അറ്റംപ്റ്റ് ചെയ്യാം. അപ്പൊ അത് മെയിൻസിലാണെങ്കിലും നമുക്ക് ഓക്കെ നല്ലപോലെ അറിയാം നമുക്ക് തോന്നുന്ന ചോദ്യം ആദ്യം എഴുതാം. അപ്പൊ അങ്ങനെ 2-3 ചോദ്യങ്ങൾ എഴുതി കഴിയുമ്പോൾ ഒന്ന് കൂൾ ഡൗൺ ആവും. പിന്നെ നമുക്ക് ഡിഫിക്കൽട്ട് സാധനങ്ങളിലേക്ക് പോകാൻ പറ്റുന്നത്. എനിക്ക് ഫസ്റ്റ് കഴിഞ്ഞ ഉച്ചക്കലത്തെ മെയിൻസ് എഴുതുന്ന സമയത്ത് എനിക്ക് ഭയങ്കര മൈഗ്രെയിൻ ആയി. ഇത് രാവിലത്തെ ആ സ്ട്രെസ് ആണെന്ന് തോന്നുന്നു, ഭയങ്കരമായിട്ട് മൈഗ്രെയിൻ വന്ന് പിന്നെ അവസാനം വീട്ടിൽ നിന്ന് ആരോ മരുന്നൊക്കെ കൊണ്ടുവന്ന് അതൊക്കെ കഴിച്ചിട്ടാണ് പിന്നെ രണ്ടാമത് വീഴുക. അപ്പൊ അതുകൊണ്ട് എക്സാം ഹാളിൽ എനിക്ക് നല്ല സ്ട്രെസ് ഉണ്ട്. അത് എല്ലാവർക്കും ഉണ്ടാവുമായിരിക്കും. പക്ഷെ ഈ ഡീപ് പറഞ്ഞ ബ്രീത്തിങ് ഒക്കെ പ്രാക്ടീസ് ചെയ്ത് അത് പ്രത്യേകിച്ച് ആദ്യം ഒരു കുറയ്ക്കുക. 3-4 ക്വസ്റ്റ്യൻ നമുക്ക് അറിയില്ലാത്ത കൂടെ ആണെങ്കിൽ പിന്നെ നല്ല രീതിയിലേക്ക് ആ അങ്ങോട്ട് അതെ. പക്ഷെ അങ്ങനെ നമ്മൾ വിചാരിക്കരുത്. കാരണം ഇപ്പൊ തീർത്തും അറിയാത്തതാണെങ്കിൽ നമ്മൾ കാം ഡൗൺ ആകുമ്പോൾ നമുക്ക് എന്തെങ്കിലും എഴുതാൻ കാണും അതില്. നമ്മുടെ ആ ആങ്സൈറ്റിയുടെ പുറത്തായിരിക്കും നമ്മൾ ചിലപ്പോൾ ചിന്തിക്കുന്നത് ഇത് ഞാൻ കേട്ടിട്ടേ ഇല്ല, അല്ലെ എനിക്ക് അറിയേ ഇല്ല എന്ന് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ നമുക്ക് കുറച്ചൊക്കെ അറ്റംപ്റ്റ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ മനസ്സൊന്ന് ശാന്തമാകുമ്പോൾ ചിലപ്പോൾ നമുക്ക് 2-3 പോയിന്റ്സ് കണ്ടുപിടിക്കാനും എഴുതാനും പറ്റുമായിരിക്കും. അപ്പൊ അതുകൊണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ പ്രിലിമിനറിയിലാണെങ്കിലും ഈ മൈൻഡ് കാമായി കഴിയുമ്പോൾ ചിലപ്പോൾ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ മര്യാദയ്ക്ക് ചിന്തിച്ച് അതാ കഴിയുമ്പോൾ മര്യാദയ്ക്ക് ചിന്തിച്ച് കഴിയുമ്പോൾ എലിമിനേറ്റ് ചെയ്യാം. അതുകൊണ്ട് ഞാൻ യൂസ് ചെയ്യുന്ന ട്രിക്ക് അതാണ്. എനിക്ക് ഏറ്റവും കോൺഫിഡന്റ് ആയ സാധനം ഞാൻ ആദ്യം എഴുതാൻ നിൽക്കത്തുള്ളൂ. അപ്പൊ അതിൽ തെറ്റുകൾ വരില്ല എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. കാരണം നമ്മൾ ബ്ലാങ്ക് ആയി പോകത്തില്ല. നമുക്ക് ഫ്ലുവന്റ് ആയിട്ടുള്ള കാര്യമാണല്ലോ നമ്മൾ ആദ്യം ചെയ്യുന്നത്. പിന്നെ ഒരു അരമണിക്കൂർ കഴിഞ്ഞ് നമ്മൾ ശാന്തമാകുമ്പോൾ നമ്മൾ ഡിഫിക്കൽട്ട് സാധനങ്ങൾ ചെയ്യാനായിട്ട് നോക്കും. പറഞ്ഞ പോലെ ഇപ്പോൾ ഈ പ്രിപ്പറേഷൻ ടൈമിൽ പറഞ്ഞ നമ്മൾ ഈ ഒരു നമ്മുടെ ഈ ബുക്കുകൾ, ഇപ്പൊ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ബുക്കുകൾ ഒരുപാട് വൈഡ് ആയിട്ട് പോകാതെ, കാരണം സിലബസിൽ നിന്ന് തന്നെയാണ് ചോദ്യങ്ങൾ. അപ്പൊ നമുക്ക് ആ സിലബസിനുമായിട്ടുള്ള ടെക്സ്റ്റുകളിൽ തന്നെ ഫോക്കസ് ചെയ്യാന്നുള്ളത് തന്നെ ആയിരുന്നില്ലേ കൂടുതലും ഒരു അതെ. ഞാൻ കൂടുതലൊന്നും വായിച്ചിട്ടില്ല കേട്ടോ. അതിനുള്ള നേരവും കിട്ടിയിട്ടില്ല. ഞാൻ ആകെ കറക്റ്റ് നമ്മൾ UPSCക്ക് നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യുന്ന കുറച്ച് പുസ്തകങ്ങൾ ഉണ്ടല്ലോ, അത് മാത്രം തന്നെ വായിച്ചില്ല. ഈവൻ ഹിസ്റ്ററിക്ക് ഞാൻ മോഡേൺ മറ്റേ നമ്മുടെ സ്പെക്ട്രം പോലും ഞാൻ വായിച്ചിട്ടില്ല. അതിനുള്ള നേരം പോലും എനിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ NCERT മാത്രമേ പഠിച്ചിരുന്നുള്ളൂ. 8 to 12 വരെയുള്ള NCERT മാത്രമാണ് ഞാൻ ഹിസ്റ്ററി വായിച്ചത്. അതിൽ നിന്ന് കിട്ടിയത് മാത്രമേ ഞാൻ എഴുതിയിട്ടുള്ളൂ. അപ്പം അങ്ങനെ ഞാൻ പറഞ്ഞ പ്രയോറിറ്റൈസ് ചെയ്യുക. പക്ഷെ എന്ന് വെച്ചിട്ട് നമ്മൾ ഒന്നും വിടാനും പാടില്ല. അതാണ് അതിന്റെ ഒരു ഇത്. പ്രയോറിറ്റൈസ് ചെയ്യുകയും വേണം. പക്ഷെ ആ ഒരു നാക്ക് എന്താ പറയാ മാസ്റ്റർ ചെയ്യുന്നവരാണ് ഇതിൽ സക്സീഡ് ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനിയുള്ള ഈ എന്ത് പഠിക്കണം എന്നുള്ളത്. ഇനിയുള്ള അതെ, സമയങ്ങളിൽ സ്റ്റിക്ക് സിലബസ് ഓൺ എങ്ങനെ കവർ ചെയ്ത് ചെയ്യാം, അതിൽ എവിടെ ഫോക്കസ് ചെയ്യണം, എങ്ങനെ പഠിക്കണം എന്നുള്ളത് പഠിക്കണം. അതെ ഫോക്കസ് ചെയ്യും. പിന്നെ നമ്മൾ ആ പ്രോസസ് ചെയ്ത ഇൻഫർമേഷൻ നമുക്ക് സമയത്ത് എങ്ങനെ ഓർഗനൈസ്ഡ് ആയിട്ട് പുറത്തെടുക്കാം എന്നുള്ളതാണ് സെക്കൻഡ് ഇത്. അതിൽ നമ്മൾ എഴുതുകയും പ്രാക്ടീസ് ചെയ്യുകയും ചെയ്താൽ മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റൂ. അതായത് ഇപ്പൊ നോളജ് അക്വയർ ചെയ്യുക, അത് കൃത്യമായിട്ട് റീപ്രൊഡ്യൂസ് ചെയ്യുക, അത് കൃത്യമായിട്ട് യൂസ് ചെയ്തിട്ട് ആൻസർ ഐഡന്റിഫൈ ചെയ്യുക. പ്രിലിംസിലാണെങ്കിൽ ആൻസർ ഐഡന്റിഫൈ ചെയ്യുക, മെയിൻസിലാണെങ്കിൽ റൈറ്റ് ചെയ്യാനായിട്ട് പറ്റുക. ഇതാണ് സക്സസ് എന്ന് പറയുന്ന കാര്യം മെയിൻലി. അത് ഞാൻ എപ്പോഴും വിചാരിക്കും. കാരണം കഴിവുള്ള ഒരുപാട് പേരുണ്ട്. മേ ബി എന്നെക്കാട്ടിലൊക്കെ എത്രയോ കഴിവുള്ള ആൾക്കാർ, ഞാനൊരു ആവറേജ് ആയിരുന്നു എന്ന് മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. അതിൽ ഒത്തിരി കഴിവുള്ള ആൾക്കാർ പുറത്തുണ്ടായിരുന്നിരിക്കും, കിട്ടാതെ പോയിട്ടുണ്ടാവും. അപ്പൊ അതിലൊക്കെ ഈ സക്സസ് ആവുന്ന ഒരു സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പ്രയോറിറ്റൈസ് ചെയ്യുന്നു, അവർ ഫോക്കസ്ഡ് ആവുന്നു. ഇത് പഠിച്ചില്ല അത് പഠിച്ചില്ല എന്ന് പറഞ്ഞ് തെറ്റി പോവാതെ കറക്റ്റ് ആ വഴി കൂടി പോയിട്ട് അത് പ്രാക്ടീസ് ചെയ്ത് കറക്റ്റ് സമയത്ത് കറക്റ്റ് രീതിയിൽ റീപ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് അവർ പഠിക്കുന്നു എന്നുള്ളതാണ്. അതാണ് അത് ഡിറ്റർമിൻ ചെയ്യുന്നത്. അതിന്റെ എബിലിറ്റിയോ ബുദ്ധിയോ ഒന്നും ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു പരിധി വരെ ഒരു അബോവ് ആവറേജ് ആയിട്ടുള്ള ആൾക്കാർക്കെല്ലാം ഒരേപോലത്തെ ചലഞ്ചസ് ആയിരിക്കും ഇത് തരുന്നത്, എക്സാം തരുന്നത്. അതായത് കൃത്യമായ ഒരു സ്റ്റഡി പ്ലാൻ, അതിനുവേണ്ട സിലബസ്, അത് കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ദെൻ റെസ്റ്റ് ഇസ് റിസൾട്ട്. നമ്മൾ അതിനായിട്ട് ഇത് ചെയ്യാതെ ബാക്കി വരുന്നിടത്ത് വെച്ച് കാണുക എന്നുള്ള രീതിയിലേക്ക് അപ്രോച്ച് ചെയ്യുക അല്ലേ?
പിന്നെ ഇപ്പൊ ഈ പ്രിപ്പറേഷൻ ടൈമിൽ നമ്മൾ കുറെ കാര്യങ്ങൾ ചെയ്യും, ചെയ്യാതിരിക്കുമ്പോ ഇപ്പൊ ചെയ്തതിൽ മിസ്റ്റേക്ക് ആയിപ്പോയി, ഇങ്ങനെ ചെയ്യരുതായിരുന്നു എന്ന് തോന്നിയ എന്തെങ്കിലും കാര്യമുണ്ടോ? അതായത് ഇങ്ങനെ ചെയ്യരുത്, ഡൂസ് ആൻഡ് ഡോൺസ് നമ്മൾ പറയും. അപ്പൊ അതെ അങ്ങനെ അതെ അതെ എന്തെങ്കിലും ചെയ്യുന്നതിന് തോന്നിയിട്ടുണ്ട്? എനിക്ക് അങ്ങനെ ചെയ്യരുതായിട്ടുണ്ടായിട്ടില്ല. കാരണം ഞാൻ UPSC കുറച്ചായിട്ട് പ്രിപ്പയർ ചെയ്യാണല്ലോ. അപ്പൊ ഈ ഇറവേഴ്സ് ഒക്കെ ആദ്യമേ സംഭവിച്ച് നമ്മൾ മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞല്ലോ. അതുകൊണ്ട് ആ ഒരു ട്രാൻസിഷൻ ഉള്ളത് കൊണ്ട് എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയായിരുന്നു എങ്ങനെയാണെന്ന് ചെയ്യാൻ. പക്ഷെ എനിക്കൊന്നും പ്രധാനമായിട്ട് ആളുകൾ വരുത്തുന്ന തെറ്റ് ഒന്ന് ഈ മൾട്ടിപ്പിൾ സോഴ്സസിന് പോകുന്നത്. മിക്കവർക്കും നമ്മൾ ഈ ന്യൂജൻ സ്ലാങ്ങിൽ പറഞ്ഞ ഫോമോ ഉണ്ടല്ലോ, ആ ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് ഉള്ളത് കൊണ്ട് അയ്യോ ഞാൻ അത് വായിച്ചില്ല, ഞാൻ ഇത് വായിച്ചില്ല എന്നുള്ളൊരു രീതിയിലേക്ക്, പ്രത്യേകിച്ച് നന്നായി പഠിക്കുന്നവർക്കാണ് അത് കൂടുതൽ. അപ്പൊ അത് അങ്ങനെ വിചാരിച്ചിട്ട് ഈ സ്കാറ്റേർഡ് ആയി പോയിട്ട് ടൈം മാനേജ് ചെയ്യാൻ പറ്റാത്തതാണ് എനിക്ക് തോന്നുന്നത് ഒരു മേജർ ഒരു ഫോൾട്ട് ആയിട്ട് ആൾക്കാർക്ക് പറ്റാറുള്ളത്. രണ്ട്, കറണ്ട് അഫയേഴ്സ് പഠിക്കുമ്പോൾ ഈ ന്യൂസ് പേപ്പർ വായിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ആളുകൾ എനിക്ക് തോന്നുന്നു കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യും, വേണ്ടതിലും കൂടുതൽ സ്പെൻഡ് ചെയ്യുകയും ചെയ്യും, ആവശ്യമില്ലാത്തത് പഠിക്കുകയും ചെയ്യും. അപ്പം അതും ഈ പറഞ്ഞ പോലെ അക്വയർ ചെയ്യേണ്ട ഒരു സ്കില്ലാണ്. ഈ ന്യൂസ് പേപ്പർ വായിക്കുമ്പോൾ ഇതിൽ ഏതാണ് ചോദ്യം വരാൻ സാധ്യതയുള്ള ഭാഗം, അതിൽ നിന്ന് എങ്ങനെയാണ് ചോദ്യം വരിക എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യും. അത് മാത്രം ന്യൂസ് പേപ്പറിൽ നിന്ന് ഫിൽട്ടർ ചെയ്ത് വായിച്ച് പഠിച്ച് ഒരു 1 അവർ മാക്സിമം അതിനുള്ളിൽ ന്യൂസ് പേപ്പർ വൈൻഡപ്പ് ചെയ്യാനുള്ള ഒരു കഴിവ് ഉണ്ടാവുക എന്നുള്ളത് ഒരു പ്രധാനം. കാരണം നമ്മൾ അത് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുമ്പോൾ അറിയാം നമ്മൾ അല്ലേ, നമ്മൾ ആദ്യമൊക്കെ നമ്മൾ അങ്ങനെയല്ലേ, ഒരുപാട് പേപ്പറുകൾ വായിക്കും, ആ പേപ്പറിന്റെ പുറത്ത് കുറെ സമയം കളയുകയും ചെയ്യും. പക്ഷെ അത് ഒട്ടും ഫ്രൂട്ട്ഫുൾ അല്ല. അപ്പൊ അത് എനിക്ക് തോന്നുന്നു അതൊരു രണ്ടാമത്തെ മിസ്റ്റേക്ക് ആണ്. പിന്നെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീക്കായിട്ടുള്ള പോർഷൻസ് ഉപേക്ഷിക്കുക. നമ്മൾ ഓൾറെഡി ഇപ്പൊ ജോഗ്രഫിയിൽ വീക്കാണ്, ഓക്കെ ഇനി എന്തായാലും അത് പഠിച്ചാൽ എന്നെ കൊണ്ട് പറ്റുന്നില്ല എന്ന് വിചാരിച്ച് ആ ജോഗ്രഫി ഞാൻ കളയുക. അതും എനിക്ക് തോന്നുന്നു ചെയ്യുന്നത്. പക്ഷെ എന്റെ ഒരു പോളിസി പറഞ്ഞാൽ നമ്മൾ അങ്ങനെ ഒരു ഭാഗം പാടാണെങ്കിൽ നമ്മൾ അതിന്റെ ബേസിക്സ് തൊട്ട് പഠിച്ചത് മാസ്റ്റർ ചെയ്യുക, അതാണ് വേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ ചിലപ്പം ജയിക്കണോ തോക്കണോ മിസ്റ്റേക്ക് ചെയ്യുന്നത് ചിലപ്പോൾ അതിൽ നിന്ന് വരുന്ന ഒരു ചോദ്യമായിരിക്കും, അതെല്ലാവരും എഴുതുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് അതെനിക്ക് തോന്നുന്ന ഒരു മിസ്റ്റേക്ക് ആണ്. മെന്റൽ ബ്ലോക്ക്, ഓക്കെ ഇത് എനിക്ക് ഇഷ്ടമില്ലാത്ത സബ്ജക്റ്റ് ആണ്, എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് വിചാരിച്ചിട്ട് കളയുന്ന പോർഷൻസ് എന്താ പറയാ വിട്ട് കളയുന്നത് സിലബസിൽ നിന്ന്, അതും എനിക്ക് തോന്നുന്നു. പിന്നെ ഈ ടെസ്റ്റ് എഴുതാതിരിക്കുക. മിക്കവരും പഠിച്ചിട്ട് പഠിച്ചു തീർന്നിട്ട് ഞാൻ ടെസ്റ്റ് എഴുതാമെന്ന് വിചാരിക്കും. എനിക്ക് ഇനിഷ്യലി അങ്ങനെ ഒരു കുഴപ്പമുണ്ടായിരുന്നു, ഞാൻ ഈ പോർഷൻ പഠിച്ചിട്ടില്ല, പിന്നെ ഞാൻ എന്തിനാണ് ഈ ടെസ്റ്റ് എഴുതുന്നതെന്ന് ഞാൻ ആലോചിക്കും. എന്നുവെച്ചാൽ എന്റെ പ്രധാന പ്രശ്നം മാർക്ക് കുറയുന്നത് എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. അപ്പൊ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ എനിക്ക് മാർക്ക് കുറഞ്ഞാലേ ഞാൻ തോറ്റു എന്നുള്ളത് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര പാടായിരുന്നു ആദ്യം. അപ്പം ഞാൻ എന്ത് ചെയ്യും, അപ്പൊ കാരണം നമ്മൾ സ്കൂളിലും കോളേജിലൊക്കെ അങ്ങനെയാണല്ലോ, നമ്മൾ നന്നായി പഠിക്കും, മാർക്ക് കിട്ടുകയും ചെയ്യുമ്പോൾ നമുക്ക് ഫെയിലിയർ എന്ന് പറയുന്ന ഒരു സാധനം നമ്മൾ ഒരുപാട് ഫേസ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നും. ഇത് ഇങ്ങനെ, കാരണം നമ്മൾ ആദ്യ പരീക്ഷ എഴുതുമ്പോൾ 100, 30, 20 ഒക്കെ ആയിരിക്കുമല്ലോ. അപ്പൊ അത് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു മെന്റൽ ഇത് കാരണം എക്സാം എഴുതാൻ നമ്മൾ മടിക്കും. പക്ഷെ അങ്ങനെ ചെയ്യരുത്. നമ്മൾ തോക്കുന്നത് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ തോക്കുന്നത് നമ്മുടെ മുമ്പിൽ തന്നെ അല്ലേ, അല്ലാതെ വേറൊരു ജഡ്ജിങ് അതിലില്ലല്ലോ. അപ്പൊ പിന്നെ ആ തോൽവി ഭയന്ന് എക്സാംസ് എഴുതാതിരിക്കരുത്. ടെസ്റ്റ് സീരീസ് മാക്സിമം എഴുതണം, പ്രിലിംസ് എഴുതണം, മെയിൻസ് എഴുതണം, കിട്ടുന്ന അത്രയും എഴുതണം. അതാണെന്ന് തോന്നുന്നു എനിക്ക് അങ്ങനെ ചെയ്തു വരുന്ന തെറ്റുകൾ പൊതുവെ. ഈ എക്സാം എഴുതാന്നുണ്ട്, എക്സാമിൽ സമയത്ത് എന്ന് വെച്ചാൽ മാർക്കിനേക്കാൾ കൂടുതൽ നമ്മുടെ മിസ്റ്റേക്സ് ഐഡന്റിഫൈ ചെയ്യുന്നുണ്ടോ എന്നുള്ളത്, അതായത് എന്ത് മിസ്റ്റേക്സ് അതെ അതെ അത് അടുത്ത ടെസ്റ്റിൽ വരുത്താതിരിക്കുക എന്നുള്ളതാണല്ലോ നമ്മൾ തെറ്റായിരിക്കുക എന്നുള്ളത്. ഫോക്കസ് ചെയ്യേണ്ടത്. അല്ലാതെ മാർക്ക് എത്ര കിട്ടി എന്നുള്ളതിനേക്കാൾ കൂടുതൽ നമ്മളെ അല്ല തന്നെ അതെ റിഫൈൻ ചെയ്തെടുക്കുക എന്നുള്ളതാണ് അതിനകത്തൊരു അതാണ് അതെ. കാര്യമായിട്ട് അതാണ് വരിക. മറ്റ് എക്സാമുകളിൽ നിന്ന് ഇതിനുള്ള ഡിഫറൻസ്. അപ്പൊ നമ്മളൊരു സെമിസ്റ്റർ എൻഡ് എക്സാമിന് പഠിക്കുന്ന എന്തിനാ, നമ്മൾ മാർക്ക് വിട്ട് ജയിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ എക്സാംസിന് നമ്മൾ പഠിക്കുന്ന അങ്ങനെയല്ല, അത് ഫൈനൽ എക്സാം മാത്രമേ അങ്ങനെ മാറ്റർ ചെയ്യുന്നുള്ളൂ. നമ്മൾ എഴുതുന്ന ടെസ്റ്റ് അതിന് വേണ്ടിയിട്ടുള്ളതല്ലല്ലോ, നമ്മുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ അതിന് ആ ആംഗിളിലെ കാണാവുള്ളൂ എന്നുള്ളത്. ഈ പറയുന്ന പോലെ ഇപ്പൊ മെയിൻസിന്റെ സമയത്തായാലും പലരും ആദ്യമൊക്കെ പേപ്പറിൽ ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ കണ്ടൊരു ഇതെന്ന് പറയുന്നത്, എന്റെ കയ്യിലുള്ള നോളജ് മുഴുവൻ അതിനകത്ത് എഴുതി വെക്കാനായിട്ട് എന്ത് ചെയ്യും, ഈ ആസ്പിറൻസ് ശ്രമിക്കും. നമുക്ക് അവിടെ സ്പേസ് ഇല്ലല്ലോ, വളരെ കുറഞ്ഞ അതെ, അത് സ്പേസിലാണ് വളരെ കുറച്ച് സ്പേസ് ഉണ്ടാവുള്ളൂ. അതൊരു വലിയ ചലഞ്ച് ആയിരുന്നു. അത് ഭയങ്കര ഒരു ഇതായിരുന്നു സത്യം പറഞ്ഞാൽ. ശരിക്കും 2 പേജ് എഴുതാനുള്ള ആൻസർ എഴുതാനായിട്ട് അവർ 5 സെന്റൻസ് എഴുതാനുള്ള സ്ഥലമേ തന്നിട്ടുണ്ടാവുള്ളൂ. അങ്ങനെ എന്നാൽ തന്നെ ആ രീതിയിലുള്ള കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അര പേജിനായിരിക്കും തന്നിട്ടില്ല, പക്ഷെ 4 പേജ് എഴുതിയാലേ അതിലെ പോയിന്റ്സ് മുഴുവൻ നമുക്ക് എഴുതാൻ പറ്റില്ല. നമുക്ക് ഈ നോളജ് മുഴുവൻ ഉണ്ട് താനും, നമുക്ക് ഇത് എഴുതാൻ സ്ഥലവും ഇല്ല. അങ്ങനെ ഒരു ഇത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ കറക്റ്റ് ആയിട്ട് തോട്ട്സ് ഓർഗനൈസ് ചെയ്ത് കറക്റ്റ് ആയിട്ട് എഴുതാനുള്ള ശീലം, അത് അവനവൻ സ്വന്തമായിട്ട് എഴുതാനുള്ള ഒരു കഴിവില്ലെങ്കിൽ അത് ഉണ്ടാക്കണം. അപ്പൊ അതിനെ പ്രാക്ടീസ് ചെയ്താലല്ലേ പറ്റുള്ളൂ. അതിപ്പോ ഈ മെയിൻസിന്റെ പേപ്പർ ഇവാലുവേഷൻ സമയത്ത് ഞാൻ ഓർക്കുന്നുണ്ട്, പലരും 3 മാർക്കിന് കൊടുത്തിരിക്കുന്ന ക്വസ്റ്റിനകത്ത് അവര് 1.5 പേജ് 2 പേജ് പേജിന് ആൻസർ എഴുതും. അതെ അതെ എഴുതിയിട്ടുണ്ട്. ഇത് അതെ എസ് എഴുതാനുള്ളതല്ല, മാറ്റി എഴുതണം എന്ന് പറഞ്ഞു. നോക്കിയിട്ട് അതെ. അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. അതായത് പ്രാക്ടീസ് വേണം നമുക്ക്, അത് ഒരു ഗൈഡൻസ് എന്ന് പറയുന്ന കാര്യങ്ങൾ അതിനകത്ത് ആവശ്യമാണെന്നുള്ളതാണ്. ആവശ്യമാണ്. അതെ അതെ അതെന്തായാലും വേണം കേട്ടോ. മെന്റർഷിപ്പ് ഇല്ലാതെ മെയിൻസ് പാടാണ് നമുക്ക് ആ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനായിട്ട്. അപ്പൊ എത്രയെന്ന് പറഞ്ഞാലും നമുക്ക് ഓരോ ആൻസർ എഴുതുന്ന രീതി മനസ്സിലാക്കാനും നമ്മളെ കറക്റ്റ് ചെയ്യിപ്പിക്കാനും നമുക്ക് ഒരാൾ എന്തായാലും വേണം. ഞാനത് എപ്പോഴും പറയും, നമുക്ക് സോഴ്സസ് ഇഷ്ടം പോലെ ഉണ്ട്, വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാൾക്ക് വായിക്കാം, പഠിക്കാം. പക്ഷെ എക്സാം എഴുതുന്നത് എപ്പോഴും ഒരു ഗൈഡൻസ്, എസ്പെഷ്യലി മെയിൻസിന്റെ എക്സാം എഴുതാനായിട്ട് ഒരു ഗൈഡൻസ് വേണം.
പിന്നെ പണ്ട് ഞാൻ പറഞ്ഞിട്ടുള്ള പോലെ സെൽഫായിട്ട് ഒരു ഡിസിപ്ലിനും ഒരു ഇതും ഇല്ലാത്ത ഒരാളാണെങ്കിൽ ഇപ്പൊ എല്ലാവർക്കും അങ്ങനെ ഉണ്ടാവണം എന്നില്ല. അപ്പം ചിലർക്ക് അങ്ങനെ ഒരു ഒറ്റയ്ക്ക് ഫോക്കസ് ചെയ്ത് ഒരു റൂട്ടിൽ കൂടി പോകാൻ മടിയായിരിക്കും. അങ്ങനെയുള്ളവർക്ക് അവർ ക്ലാസ് എടുക്കണം. കാരണം അപ്പൊ നമുക്ക് ഒരു ഡയറക്ഷനും ഒരാൾ നമുക്ക് ഡിവൈഡ് ചെയ്ത് തരുവാണ്. സിലബസ് ഒക്കെ ഓക്കെ ഇന്നത് എന്നുള്ള രീതിയിൽ ഡിവൈഡ് ചെയ്ത് തരുവാണ്. അപ്പൊ അത് നമുക്ക് ഓഫ് കോഴ്സ് യൂസ്ഫുൾ ആണ്. കാരണം നമ്മൾ അവരുടെ പാത്തിൽ പോയി ആ സിലബസ് തീർക്കും. അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു അങ്ങനെയുള്ളവർ കോച്ചിങ് എടുക്കണം. അല്ലാത്തവര് മെയിൻസിനൊക്കെ ഡെഫിനറ്റ്ലി ടെസ്റ്റ് സീരീസ് അറ്റംപ്റ്റ് ചെയ്യാൻ മെന്റർ ഉണ്ടാവുകയും ചെയ്യണം. അല്ലാതെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് ഈ പറഞ്ഞ പോലെ ഈ ചുരുക്കി എഴുതാന്നൊക്കെ പറഞ്ഞു. എനിക്ക് തോന്നുന്നു 1.5 പേജ് 2 പേജ് എഴുതുന്നതിനേക്കാളും വലിയ ഡിഫിക്കൽട്ട് ആണല്ലോ ഈ 3 ലൈനിൽ അതെ 4 ലൈൻ. അതെ അതെ അതെ. ബ്രെവിറ്റി എന്ന് പറയുന്നത് ഒരു ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വാളിറ്റി ആണല്ലോ റൈറ്റിംഗിൽ. ഒരു റൈറ്ററിന്റെ ഒരു വലിയ ക്വാളിറ്റി അല്ലേ ബ്രെവിറ്റി എന്ന് പറയുന്നത്. ഇങ്ങനെ വലിച്ചു നീട്ടി എഴുതാൻ എല്ലാവർക്കും പറ്റും. പക്ഷെ പറയേണ്ട കാര്യം കുറുക്ക് കൊള്ളുന്ന പോലെ 1-2 സെന്റൻസിൽ വേണ്ട വാക്കുകൾ ഉപയോഗിച്ച് എഴുതുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ സ്കിൽ. അത് കാരണം പിന്നെ ആ ക്വസ്റ്റിന്റെ ഡെവലപ്പ് ചെയ്ത് ഡിമാൻഡും കൂടെ നമ്മൾ അഡ്രസ് ചെയ്യണം. അവർ എന്താണ് അതെ ചോദിച്ചിരിക്കുന്നത്. എനിക്ക് ചിത്ര തന്നെയാണ് എന്റെ അടുത്ത് പറഞ്ഞത് തോന്നുന്നു. മറ്റേ വിഷ്വൽ സൈക്കിളും വിർച്വൽ സൈക്കിളും മറ്റേ 2 സൈഡ് ഫിഗർ മാത്രം റെപ്രസെന്റ് ചെയ്ത് ഇറങ്ങി അത് വരിക. അതെ ഞാൻ എനിക്കൊന്ന് ഞാൻ മിക്ക പേപ്പേഴ്സിലും കൂടുതലും ബുള്ളറ്റ് പോയിന്റ്സും ടാബുലേഷൻസ്, കാരണം അതേ നമുക്ക് ടൈം സേവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഇപ്പൊ ബുള്ളറ്റ് പോയിന്റ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് മതി. നമ്മളിപ്പോൾ ലിറ്ററേച്ചറിന്റെ എക്സാം അല്ലല്ലോ എഴുതുന്നത്, നമ്മൾ എഴുതുന്നത് ഫാക്ച്വൽ ആയിട്ടുള്ള ഒരു പരീക്ഷയാണ്. അപ്പോൾ അവിടെ നമ്മൾ നമ്മുടെ ഐഡിയാസ് കൺവേ ചെയ്യാന്നുള്ളതേ ഉള്ളൂ. കമ്പാരിസൺ ക്വസ്റ്റ്യൻസ് ഒരുപാടുണ്ട്. എനിക്ക് തോന്നുന്നു അതുപോലെ ചോദ്യങ്ങൾ അതാണ് ഞാൻ പറഞ്ഞ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാവരും അല്ല പറഞ്ഞു കേൾക്കാമോ? അതെ ഞാൻ പറഞ്ഞ കമ്പാരിസൺ ക്വസ്റ്റ്യൻസ് ഒരുപാടുണ്ട്. എനിക്കൊന്നും ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാം. അപ്പൊ അങ്ങനെ കമ്പാരിസൺ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്മൾ ടേബിൾസ് തന്നെ യൂസ് ചെയ്യാം. നമ്മൾ എഴുതേണ്ട കാര്യമില്ല പാരഗ്രാഫ്സ് ആയിട്ട്. ടേബിൾ യൂസ് ചെയ്ത് കമ്പയർ ചെയ്യാം. അതുപോലെ ചാർട്ട് ജോഗ്രഫി ക്വസ്റ്റ്യൻസ് മിക്കതും നമുക്ക് മാപ്പിലൂടെയും ചാർട്ടിലൂടെ അല്ലെ ഡയഗ്രത്തിലൂടെ കാണിക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പൊ അത് അങ്ങനെ ചെയ്യാം. ഈവൻ എക്കണോമിക്സിലും നമുക്ക് അത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ ആ രീതിയിൽ അത് അപ്രോച്ച് ചെയ്താലേ ടൈം സേവ് ചെയ്യാനും ബാക്കി എഴുതേണ്ടത് നമുക്ക് വൃത്തിയായിട്ട് എഴുതാനും പറ്റും. അതായത് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഓരോ സബ്ജക്റ്റിനും ഓരോ അപ്രോച്ച് ആണ്. അല്ലാതെ മെയിൻസിനായാലും പ്രിലിംസിനായാലും ഓരോ സബ്ജക്റ്റിനും ഓരോ അപ്രോച്ച് ആണ്. ജിയോഗ്രഫിയിൽ നമ്മൾ മാപ്പ് യൂസ് ചെയ്യുന്നതെങ്കിൽ മറ്റൊരു സബ്ജക്റ്റിൽ ഹിസ്റ്ററിയിൽ ഇപ്പോൾ ടൈം ലൈൻ ആയിരിക്കും യൂസ് ചെയ്യാൻ. ഡിഫറെന്റ് ആയിട്ടുള്ള അപ്രോച്ചുകൾ ഓരോ സബ്ജക്റ്റിനും അതിന്റേതായ രീതിയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യണം ഫോർ പ്രിലിംസ് ആൻഡ് മെയിൻസ് അല്ലേ. അവിടെയാണ് ഒരു മെന്ററിന്റെ ഒരു ഇമ്പോർട്ടൻസ് വരുന്നത്. ഇതെല്ലാം നമുക്ക് ഒറ്റയ്ക്ക് ചിന്തിച്ചെടുക്കാൻ പറ്റുന്ന എന്ന് തോന്നുന്നില്ല. ഇപ്പം അത് ഓരോരുത്തരെ ഞാൻ എപ്പോഴും നമ്മുടെ ഗ്രാജുവേഷനും നമ്മുടെ പോസ്റ്റ് ഗ്രാജുവേഷനും ഏത് സബ്ജക്റ്റിലാണോ ആ സബ്ജക്റ്റിലെ നമുക്ക് നമ്മുടെ ബ്രെയിൻ ആ രീതിയിൽ വയേർഡ് ആയിട്ടുണ്ടാവും അങ്ങനെ ചിന്തിക്കാനായിട്ട്. അപ്പൊ നമുക്ക് അല്ലാത്ത കാര്യങ്ങൾ നമുക്ക് പ്രോസസ്സ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. നമ്മൾ വിചാരിക്കുന്ന പോലെ പറ്റിയെന്ന് വരില്ല. കാരണം 6-7 വർഷമായിട്ട് നമ്മൾ അത് തന്നെയാണല്ലോ ചിന്തിക്കുകയും ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ അത് നിന്നെ ഹെൽപ്പ് ചെയ്യാൻ ഒരു മെന്റർ എന്തായാലും വേണം. ഞാൻ ട്രെയിനിങ്ങിന്റെ പാർട്ടായിട്ട് ഞങ്ങൾക്ക് ലോ ഒരു വലിയൊരു പോർഷനാണ് ട്രെയിനിങ്ങിൽ. നമുക്ക് CRPC IPC എല്ലാം എക്സാംസ് പാസ്സാവണം. അതായത് പ്രൊബേഷന് മുന്നേ തന്നെ ഈ എക്സാംസ് എല്ലാം പാസ്സാവും. 10-25 പേപ്പർ പരീക്ഷയുണ്ട്. അപ്പോൾ അപ്പോഴാണ് എനിക്ക് അതിന്റെ ആ ഒരു ബുദ്ധിമുട്ട് ശരിക്കും എന്ന് വെച്ചാൽ എന്തുകൊണ്ട് നമ്മുടെ തോട്ട് പ്രോസസ്സ് മാറ്റർ ചെയ്യുന്നു എന്നുള്ളത്. നമ്മളെ കൊണ്ട് ഒരു തരത്തിൽ ഈ സാധനം പഠിച്ച് മഗപ്പ് ചെയ്ത് എഴുതുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ ആ പറഞ്ഞ പോലെ അങ്ങനെ ഉള്ള ആളുകൾക്ക് ആ തോട്ട് പ്രോസസ്സിലേക്ക് വരാൻ ഒരു മെന്റർ എപ്പോഴും ഹെൽപ്പ് ചെയ്യും. ഒരാൾ നമ്മൾ ഗൈഡ് ചെയ്യുന്നത്, അത് ചെയ്ത് ശീലമുള്ള ഒരാൾ ഗൈഡ് ചെയ്യുന്നത് വളരെ ഹെൽപ്ഫുൾ ആണ്. അപ്പൊ എന്റെ പേപ്പേഴ്സ് തന്നെ കറക്റ്റ് ചെയ്യുമ്പോൾ മാർജിനിൽ ഇങ്ങനെ എഴുതി തരും, ഇത് ഇങ്ങനെയാണെങ്കിൽ നല്ലതാണ്, അല്ലെങ്കിൽ ഈ സെന്റൻസ് ഇങ്ങനെ റീഫ്രെയിം ചെയ്താൽ നല്ലതാണ്, അല്ലെങ്കിൽ ഇതിങ്ങനെ വിശദീകരിച്ച് എഴുതാതെ പോയിന്റ്സ് ആക്കിയാൽ നല്ലതാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് പതുക്കെ നമ്മുടെ തോട്ട് പ്രോസസ് അങ്ങനെ മാറി തുടങ്ങും. ഒരു ചോദ്യം കാണുമ്പോൾ ഓക്കെ ഇതിന് ഇങ്ങനെ എഴുതാം, സമയം മെച്ചപ്പെടുത്തിയാൽ ഇങ്ങനെ ആക്കാൻ പറ്റുമായിരിക്കുന്ന ഒരു ചിന്തയിലേക്ക് പോകും. ആദ്യം ചിലപ്പോൾ അത് ഉണ്ടാവണം. അതാണ് അതിന്റെ ഡിഫറൻസ്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെ ഈ ഓരോ സബ്ജക്റ്റിനും ഓരോ രീതിയിൽ പ്രിപ്പറേഷൻ. അപ്പോൾ നമ്മൾ ഇനിയുള്ള സമയം എന്ന് പറയുന്നത് കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് മെറ്റീരിയൽസ് കറക്റ്റ് ആയിട്ട് സെലക്ട് ചെയ്ത് കൃത്യമായിട്ട് വൈസ് ആയിട്ട് യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഈ എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അല്ലെ. ഇപ്പോ പ്രിപ്പയർ ചെയ്യുന്നവരോടുള്ള ഇത്രയും കാര്യങ്ങൾ ഉപദേശങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞെങ്കിലും ഓവറോൾ ആയിട്ട് എന്താണ് ചിത്രയ്ക്ക് പറയാനുള്ളത് ഈ ഇപ്പൊ പ്രിപ്പയർ ചെയ്യുന്ന ആളുകളോടായിട്ട്? അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം വേക്കൻസി കുറവാണെന്നും പറഞ്ഞ് അപ്ലൈ ചെയ്യാത്ത കുറെ പേരുണ്ട് തോന്നുന്നു. ഞാൻ ആരൊക്കെയോ എന്നെ കോൺടാക്ട് ചെയ്തവർ പറയുന്നത് ഒരു 10 അല്ലേ ഉള്ളൂ, അതിന് എന്തിനാ പിന്നെ ഇനിയിപ്പം വെറുതെ കഷ്ടപ്പെടുന്നത് എന്ന ഒരു ആംഗിളിൽ ചിന്തിക്കുന്നവരുണ്ട്. അപ്പം 30 എന്നായിരുന്നു ഞങ്ങളുടെ ഇത് വന്നിരുന്നത്. അല്ല 35 എന്നായിരുന്നു ഞങ്ങളുടേത് വന്നിരുന്നത്. ഇപ്പം വരുമ്പോൾ 10 11 എന്നായി. 11 10 10 സ്ട്രീം 1-ൽ 11 ഓപ്പൺ ആയിട്ടുള്ളത് 11, സ്ട്രീം 2-ൽ 10ഉം സ്ട്രീം 3-ൽ 10ഉം ആണ്. അപ്പൊ നമ്മൾ UPSCയുടെ ഇൻടേക്കിന്റെ പെർസെന്റേജ് നോക്കിയാലും എത്രയോ കുറവാണ് എഴുതുന്ന ആൾക്കാരുടെ എണ്ണം വെച്ച് നോക്കുമ്പോഴത്തേക്ക്. അപ്പൊ അതൊരു കോമ്പറ്റീറ്റീവ് എക്സാമിനെ ഡിഫൈൻ ചെയ്യുന്നില്ല. നമ്മൾ നമ്മുടെ ബെസ്റ്റ് കൊടുക്കുക എന്നുള്ളതാണ്. അതിന് വേക്കൻസി കുറവാണെന്ന് പറഞ്ഞ് പഠിക്കാതിരിക്കുന്ന മണ്ടത്തരമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിലൊരു പോയിന്റ് ഇല്ല. നമ്മൾ പഠിക്കാം, എപ്പോഴും കോമ്പറ്റീഷൻ ഉണ്ടാവും. ഈ ഉണ്ടാവുന്ന 5 lakh ആൾക്കാർ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ പകുതി പേര് പോലും ഉണ്ടാവില്ല സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ആ വോളിയം കണ്ട് നമ്മൾ പേടിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. അപ്പം അതാണ് എനിക്കൊന്ന് പറയാനുള്ളത്. പിന്നെ
രണ്ട്, ടൈം വേസ്റ്റ് ചെയ്യാതിരിക്കുക. എന്താ പറയുക, ഇനിയുള്ള ഓരോ സെക്കൻഡും നമ്മൾ യൂസ് ചെയ്യുക. ഒന്നും കളയാനായിട്ട് എനിക്ക് തോന്നുന്നില്ല. 90 ഡേയ്സ് എന്താ പറയുക വെരി ലിമിറ്റഡ്. അത് ഒട്ടും ഇന്നഫ് അല്ല ഇത് പ്രിപ്പയർ ചെയ്ത് തീർക്കാനായിട്ട്. അപ്പം ഉള്ള സമയം വളരെ വൈസായിട്ട് യൂസ് ചെയ്യുക. ജോലിയുള്ളവര് സ്ട്രീം ടു സ്ട്രീം ത്രൂ എന്നുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർ ലീവ് എടുക്കാൻ നോക്കുക. അന്ന് LSGD ലീവ് എടുത്ത് പോയിട്ട് നമ്മളെ ബുദ്ധിമുട്ടിക്കാതിരുന്നാൽ മതി. ബാക്കിയുള്ളവരെല്ലാം ലീവ് എടുത്ത് പോയി LSGD-ക്കാർക്ക് മാത്രം ലീവ് കൊടുക്കുന്നതല്ല അല്ലെ? അതുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടാവണ്ട. അതുകൊണ്ട് അങ്ങനെയല്ല ഞാൻ പറഞ്ഞേ. ഈവൻ ഇഫ് ക്യാൻ അത് ചെയ്യുക. അതെ അതെ. കാരണം പഠിത്തവും വർക്കും കൂടെ ഒക്കെ പോകുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതായത് നല്ലപോലെ അനുഭവിച്ച ആളാണ് ഞാൻ. അപ്പൊ അതുകൊണ്ട് പറ്റുമെങ്കിൽ അങ്ങനെ ഒരു ഫുൾ ടൈം പ്രിപ്പറേഷനിലേക്ക് മാറുക. പിന്നെ ഗിവ് ഇറ്റ് യുവർ ഓൾ. അതാണ് നമ്മള് നല്ലപോലെ എല്ലാ എഫേർട്ടും എടുക്കുക. അതെ, എൻഡ് റിസൾട്ടിനെ പറ്റി നോക്കാതെ നമ്മുടെ കയ്യിൽ നിന്നുള്ള എഫേർട്ട് ഇടുക, അത് ചെയ്യുക. ഓക്കെ ഓക്കെ, താങ്ക് യു ചിത്ര. റിയലി വണ്ടർഫുൾ സെഷൻ. ഒരുപാട് കാര്യങ്ങളെല്ലാം വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. ഓൾ ദ ബെസ്റ്റ് ആൻഡ് ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ ആൻഡ് താങ്ക്സ്. താങ്ക് യു. ഓക്കെ താങ്ക് യു. താങ്ക് യു. Okay. ഹായ് ഓൾ, ഓഡിബിൾ ആണല്ലോ അല്ലേ? എല്ലാവർക്കും കേൾക്കാമല്ലോ അല്ലേ? അപ്പോൾ ഈ കഴിഞ്ഞ സെഷൻ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ എടുത്ത സെഷൻ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടല്ലോ അല്ലേ, കേൾക്കാമല്ലോ അല്ലേ എല്ലാവർക്കും? കേൾക്കാമല്ലോ അല്ലേ? അപ്പോ നമ്മുടെ അപ്പൊ എങ്ങനെയാണ് KS പ്രിപ്പയർ ചെയ്യേണ്ടത്, KS പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ അത് എക്സാം എഴുതി ക്ലിയർ ചെയ്ത ഒരാളിൽ നിന്ന് കേൾക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എന്ത് ചെയ്യണം, എങ്ങനെയാണ്, അപ്പൊ ഈ നമ്പർ എന്ന് പറയുന്ന ഒരു ഫാക്ടർ അല്ല, എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതും അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. സോ അപ്പൊ ഇനിയുള്ള ടൈം എങ്ങനെ യൂസ് ചെയ്യാം, ഏത് രീതിയിൽ യൂസ് ചെയ്യണം, എങ്ങനെ വൈസായിട്ട് യൂസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായിരുന്നു. സോ അപ്പോൾ ഇനി നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് സമയമില്ല, ഉള്ള സമയം ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് നമ്മൾ ഉപയോഗിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇപ്പൊ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ KS ഏറ്റവും പുതിയ ബാച്ച്, MNPS ഏറ്റവും പുതിയ ബാച്ച് നാളെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഈ ബാച്ച് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ എൻറ്റയർ സിലബസ് വിത്തിൻ 90 ഡേയ്സിൽ എൻറ്റയർ സിലബസ് കവർ ചെയ്യും. അതിന്റെ കൃത്യമായിട്ട് നോട്ടുകൾ ഉണ്ടാവും, നിങ്ങൾക്ക് അതിന്റെ വീക്കിലി ടെസ്റ്റുകൾ ഉണ്ടാവും, നിങ്ങൾക്ക് എലിമിനേഷൻ പോലുള്ള കാര്യങ്ങൾ എങ്ങനെ മനസ്സിലാക്കണം എന്നുള്ള കാര്യങ്ങൾ ഉണ്ടാവും. ഇതെല്ലാം ഉൾപ്പെടെയുള്ള ലൈവ് ഇന്ററാക്റ്റീവ് സെഷൻ, നമ്മളിപ്പോൾ ഇന്ന് നടത്തിയ പോലുള്ള ലൈവ് ഇന്ററാക്റ്റീവ് സെഷൻ, നിങ്ങൾക്ക് കാര്യങ്ങൾ ഞങ്ങളോട് ചോദിക്കാം. അതോടെ വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ റെക്കോർഡഡ് ക്ലാസ്സസ്, അതിന്റെ റെക്കോർഡഡ് ക്ലാസ് അൺലിമിറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഇങ്ങനെയുള്ള വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എൻറ്റയർ സിലബസ് കവർ ചെയ്യുന്ന അതിന്റെ നോട്ടുകളുള്ള വീക്കിലി ടെസ്റ്റുകൾ വരുന്ന എൻറ്റയർ സിലബസ് കവർ ചെയ്യുന്ന ബാച്ച് നിങ്ങൾക്ക് നാളെ സ്റ്റാർട്ട് ചെയ്യാണ്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ കേരള മെറ്റീരിയൽ പറഞ്ഞ സോഴ്സസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിൽ ഏറ്റവും ഡിഫിക്കൽട്ട് കേരള മെറ്റീരിയൽ ഐഡന്റിഫൈ ചെയ്യുക, കേരള മെറ്റീരിയൽ കിട്ടുക എന്നുള്ളതാണ്. അപ്പൊ അതിനായിട്ട് എമിനന്റ് PSCയുടെ കേരള മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അത് ഞങ്ങളുടെ അടുത്ത് ഓർഡർ ചെയ്യാം. ഇതിപ്പോ ഒരു ഓഫർ ആക്ഷൻ നടക്കുന്നുണ്ട്. 1300 നിങ്ങൾക്ക് 4 ബുക്കുകളും കേരള ഹിസ്റ്ററി, കേരള ജോഗ്രഫി, കൾച്ചറൽ ഹെറിറ്റേജ് ഓഫ് കേരള ആൻഡ് കേരള എക്കോണമി എന്ന് പറയുന്ന എൻ്റെ മെറ്റീരിയൽസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. സോ ഈ പ്രോഗ്രാംസിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യാം കേട്ടോ.